ഹലോ ഗൈസ്, വെക്കേഷനായ കുറേ വീഡിയോസ് ഇടണമെന്ന് വിചാരിച്ച ആളാണ് ഞാൻ. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനൊക്കെ കമന്റ് വന്നിന്. ഒരു ഡേയിൽ പ്രത്യേകിച്ച് ഒന്നും നടക്കണില്ല. അപ്പൊ പിന്നെ ഞാൻ എന്താ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക? പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ചധികം ദിവസത്തെ വീഡിയോസൊക്കെ കൂടി കൂട്ടിക്കുഴച്ചുണ്ടാക്കിയ വീഡിയോ ആണ്. അപ്പൊ തുടക്കത്തിൽ തന്നെ പൊന്നാനിയാണ് കാണിക്കുന്നത്. ഞങ്ങള് പൊന്നാനി കർമ്മ പോയിനു. അവിടെ ഞങ്ങളൊരു ഫാമിലി ഉണ്ട്. സോ അവിടെ പോയ സമയത്ത് എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. എന്താ പറയാ, നല്ല രസമുള്ള സ്ഥലം, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. നമ്മള് കുറച്ചേരം അവിടെ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഒരു ഐസൊക്കെ തിന്നു, ഒന്ന് ചില്ല് ചെയ്തൊന്നിങ്ങനെ ഇരുന്നു. പിന്നെ എനിക്ക് എൻ്റെ സച്ചു ഒരു ഐസ്ക്രീം വാങ്ങി തന്നു. പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ ഞാൻ ഒരു കോണ് വാങ്ങി. സ്വീറ്റ് കോൺ ആണ്, എനിക്ക് സ്വീറ്റ് കോൺ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് വേറെ ഏതോ ഒരു ദിവസം ഞാനൊന്ന് പ്രൊഡക്റ്റീവ് ആക്കാന്നൊക്കെ വിചാരിച്ച് രാവിലെ തന്നെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആദ്യത്തെ വീഡിയോസിൽ എൻ്റെ ടേബിള് ഒരു ബ്രൗൺ ആയിരുന്നു. ഇപ്പം അത് മാറ്റി വൈറ്റ് ആക്കി. ഞാൻ വാൾപേപ്പറൊക്കെ ഒട്ടിച്ചു. ഞാൻ ഒരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അന്ന് തന്നെ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ക്ലേ ആർട്ട് ഉണ്ടല്ലോ, അത് ചെയ്ത് നോക്കി. റിങ് ഒക്കെ ഇട്ടുകൊണ്ടാണ് ചെയ്തത്. പിന്നെ അതൊക്കെ ഊരി വെച്ച് ഞാൻ ഒരു ക്യാൻഡിൽ ഹോൾഡറാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടേക്കണം. അപ്പോൾ ഈ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കാം. പിന്നെ ആദ്യത്തെ പരീക്ഷണമാണ്, അതിനനുസരിച്ച് എല്ലാ കൊളാവിലും കൊളായിക്കണം. പക്ഷെ പല ആൾക്കാർക്ക് ക്രാക്കൊക്കെ വരുന്നൊക്കെ കിട്ടും. എനിക്ക് അങ്ങനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഡെയിലി ഷോർട്സ് ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. പിന്നെ ഞാൻ ആ ടു ഡു ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടി ഒഴിവാക്കിയത് കാണാൻ ഒരു രസമാണല്ലോ. ഇതെല്ലതും ഒറ്റ ദിവസം തീർക്കാനുള്ളതൊന്നല്ല, കാരണം പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഒരു ദിവസം നടക്കണില്ല. അധികം ഈ ഡൂം സ്ക്രോളിങ് തന്നെ ആണ്. ഇനി കുറച്ച് പ്രൊഡക്റ്റീവൊക്കെ ആക്കണം. പിന്നെ ഏതോ ഒരു ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തു പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങണ്ടേനും. അന്ന് തന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് വാങ്ങി. എനിക്ക് പുതിയ ലിപ്സ്റ്റിക്ക് വാങ്ങണം എന്നുണ്ടേനും. പർപ്പിളിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ ഇത് ഈ പർപ്പിളിൻ്റെ കവറൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ജങ്ക് കളക്ട് ചെയ്യണ ഒരു ഇതുണ്ട്. ജങ്ക് ജേണലൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ച് എടുത്ത് വെച്ചിരിക്കണം. അത് വെച്ചിട്ട് ജങ്ക് ജേണൽ ചെയ്യണ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇടാം. പിന്നെ ഞാൻ വാങ്ങിയത് ഫേസസ് കാനഡൻ്റെ ലിപ്സ്റ്റിക്കാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, രസമൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനേക്കാൾ ബെറ്റർ സാധനങ്ങളൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഒരു ലിപ് ബാമും കൂടി എടുത്തു, എൻവൈബൻ്റെ. ഇത് ടിൻറ്റഡ് ലിപ് ബാമാണ് കേട്ടോ. അത് ബ്രൗൺ ടിൻറ്റഡ് ഉള്ളത്. അത് എനിക്ക് ഭയങ്കര വെറൈറ്റി ആയി തോന്നി. പിന്നെ നല്ല സ്മെല്ലും ഉണ്ട്. ഇത് മാത്രം ഇട്ടാൽ തന്നെ മതി, ലിപ്സ്റ്റിക്ക് ഇടണമെന്നില്ല. അങ്ങനത്തെ ഒരു നല്ല രസമുണ്ട് എന്തായാലും. പിന്നെ ഇതതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് മേക്കപ്പ് വൈപ്സ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇജ്ജത്തോള് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ വഴി തെറ്റി, പക്ഷെ എങ്ങനെയൊക്കെ അവിടെ എത്തിയിട്ടാ. പിന്നെ ഓളമ്മച്ചി മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എനിക്കിങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ ചില്ല് ചെയ്യണം. അപ്പോൾ വീഡിയോസ് എടുക്കാനുള്ള കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. മന്തി തിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആക്ച്വലി ഞങ്ങൾ പള്ളം അറിഞ്ഞിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ ഡെസേർട്ട് തിന്നു. പിന്നെ അത് ഇങ്ങനെ സംസാരിച്ച് തിന്നപ്പോൾ അത് സമയം പോണത് അറിയണില്ല, തിന്ന് കഴിയണതും അറിയണില്ല. പിന്നെ ഇത് ഇസത്തിന്റെ താത്താന്റെ കുട്ടിയാണ് കേട്ടാ, ഇന. ഞാൻ പാപ്പു എന്നാണ് വിളിച്ചത്. നല്ല ആത്മാർത്ഥത ഉള്ള കുട്ടിയാണ്. ഒന്ന് കറങ്ങാൻ പറഞ്ഞപ്പോൾ ഇതിന് നല്ല കുറേ ഇരുന്ന് കറങ്ങി തന്നു. പാവം ഇരുന്നല്ലോ കേട്ടോ, നിന്നാണ് കറങ്ങിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മേലെ കയറിയാണ്ട് ചാമ്പക്ക പറിച്ച് തിന്നാൻ വിചാരിച്ചു. ആപ്പിൾ ചാമ്പക്ക. ഫർവി ഇപ്പൊ സുന്ദരിയാണെന്ന് ആരോ പറഞ്ഞേക്കണേ തോന്നുന്നു. അതിന്റെ ഒരു നേളിയൊക്കെ നമ്മളിവിടെ കാണണ്ടേനു കേട്ടോ. ഞാൻ സെൻസൈഡുമ്മ കയറി നിന്ന് കണ്ടട്ടെ ചാമ്പക്ക പറിച്ചിരുന്നത്. എന്നിട്ട് എന്റെ ഭൂമിതാക്ക് ഭയങ്കര പേടി. ഞാൻ എന്റെ കൊയിഞ്ഞാടോ വെച്ചിട്ട് നിന്നെ പിടിച്ച് വെച്ചിക്കേനു. നല്ല കെയറിങ് ഉള്ള ഫ്രണ്ടില്ലേ. എന്താപ്പോ തല്ലുണ്ടാക്കുമ്പോ ആർക്കും ഈ സ്നേഹം കൊണ്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ എന്നാലും ഞങ്ങൾ നല്ല സ്നേഹമുള്ള ചങ്ങാഴ്ചകളാണ്. അത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു. ഞങ്ങളില്ലേ 10ാം ക്ലാസ് കഴിഞ്ഞാണ്ട് ഞങ്ങൾ ആരും നുളച്ചിലിട്ടാ. ഇന്നില്ലേ സ്കൂളൊക്കെ കഴിയല്ല. ആകെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിന്റെ ഇടയിൽ ഞാനും റീലി ഏപ്പ് കുട്ടികളായിരുന്നു നുളച്ചു. വേറെ ആരും നുളച്ചില്ല. അപ്പൊ ഞങ്ങൾ ഞായറാഴ്ചത്തെ ആരും നുളച്ചാത്തത്. സംഭവം എന്താ അറിയോ, ഞങ്ങൾ പിന്നെയും കാണും, ഞങ്ങൾക്ക് തന്നെ അറിയാം. പിറ്റേ ദിവസം ഞങ്ങൾ കാണും, അതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ കാണും. ഞങ്ങൾ ആഴ്ചയിൽ ഒരു കൗണ്ട് കൊണ്ട് എന്തായാലും കാണും. ഞങ്ങൾ ആരെയും പെരീക്കിച്ചിട്ട് ഇങ്ങനെ പോകുന്നിട്ട് ഇങ്ങനെ അവിടെ മൊയന്ത് കളികൾ കളിച്ചു. അതാണ് ഞങ്ങളെ പരിപാടി. അതുകൊണ്ട് ആർക്കും മിസ് ചെയ്യൂല എന്ന് ഉറപ്പേനി. പിന്നെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ മാറില്ലോ, ആ ഒരു കളിയൊക്കെ മാറില്ല. അതിന്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നോളിച്ച മാത്രം സങ്കടം ഒന്നും. എല്ലാവരും ആണ്ട് കൊണ്ട് കാണും, അതാണ് സംഭവം. ഞങ്ങൾ 7ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ്. ആദ്യമൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പൊ ഫുള്ള് സിബ്ലിങ്സിന്റെ അരി പൊരിഞ്ഞ അടിയാണ്, പേരും തല്ലാണ്. എന്നാലും എല്ലാവർക്കും ആണ്ടുകൊണ്ട് നല്ല സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഹാവ് ഈച്ച് വൺ ഓഫ് ദം ഇൻ മൈ ലൈഫ്. പിന്നെ നമ്മൾ ചാമ്പൊക്കെ തിന്നുകൊണ്ട് നമുക്ക് ലുഡോ കളിക്കാന്ന് വിചാരിച്ചു കണ്ട് ഞങ്ങൾ ലുഡോ കളിക്കാൻ തുടങ്ങി. ഞങ്ങൾ 5 ആളുണ്ടായിരുന്നു. ഒരു ചാമ്പൊക്കെ തിന്നും ലുഡോ കളിക്കും. അതേനു. ഞാൻ ചുവപ്പ്, റീല മഞ്ഞ, ഇസത്ത് നീല, ഫർവി ഓറഞ്ച്, ഫൗമിത പച്ച. ഫൗമിത ജയിച്ച്. റീലക്ക് സെക്കൻഡ് കിട്ടി, ഇസത്തിന് തേർഡും കിട്ടി. പിന്നെ ഞാനും ഫർവി ഇഞ്ചോടിഞ്ച് പോരാട്ടേനു. ഭയങ്കര ശീലം.
അങ്ങനെ കുറച്ചു നേരം നമ്മൾ തോറ്റ ഫർവിനെ കളിയാക്കി. പിന്നെ എന്റെ കസിന്റെ കല്യാണമാണ് വരുന്നത്, കുറെ പരിപാടികളുണ്ട്, അതിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയി. അങ്ങനെ ഇമ്മച്ചികൾ പല പല ഡ്രസ്സുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ഉറക്കം തോന്നി, എനിക്ക് കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ. പിന്നെ കുട്ടാപ്പി വന്നു, നമ്മൾ ആദ്യക്കുട്ടെ. കുറച്ച് മുന്നേ ഞാൻ നിക്കാഹ് വ്ളോഗും നിക്കാഹ് ഷോപ്പിംഗും ഒക്കെ ഇട്ടേ, ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവനെ നിങ്ങൾക്ക് മനസ്സിലാവും. അവനാണ് ഇവൻ. ഓനും വലുതായി, ഓന്റെ കുറുമ്പും വലുതായി. പിന്നെ മിറർ കണ്ട് മിറർ സെൽഫി എടുക്കാന്ന് വിചാരിച്ച് ഇന്നെ കുട്ടികളെ മുട്ടായി തിന്നിരിക്കണ സച്ചു നോക്കി ജഡ്ജ് ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ ബ്രൈഡലിന്റെ ആ ഭാഗത്തൊക്കെ പോയപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ കല്യാണം കഴിക്കാൻ പൂതിയാകുക. പിന്നെ ഇന്നെ 9ാം ക്ലാസ്സിൽ ബയോളജി പഠിപ്പിച്ച ആദിൽ ബ്രോന്റെ കൂടെ ഞാൻ മന്തി കഴിക്കാൻ പോയി. ഇതിന്റെ സാറാണ് കേട്ടോ ആക്ച്വലി. സാറാണെങ്കിലും ഞങ്ങളൊരു ബ്രോ ബന്ധാണ്. പിന്നെ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചു. അപ്പൊ ഇതൊക്കെ ഉള്ള ഈ വീഡിയോയിൽ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.